السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പൊരുത്തപ്പെടുന്നതിനെ കൊടുത്തുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിരിക്കുന്ന ആഘോഷമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ആഘോഷം. ഇതിനെ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അതിന് ചിട്ടകളും പരിധികളുമുണ്ട്. എന്താഘോഷമായാലും എന്തായാലും ചെയ്യുന്നതെല്ലാം അല്ലാഹുവിൻ്റെ ബോധ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ അഖ്വാല് അഫ്ആല് ഏതായാലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാകാൻ പോകുന്നു. നമ്മളെ കൊണ്ട് ദീനിനോ മറ്റുള്ള ആൾക്കാർക്കോ മുസ്ലിങ്ങൾക്കോ അല്ലാത്തവർക്കോ പ്രയാസം ഉണ്ടാകുന്ന പ്രവർത്തനമോ വാക്കോ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ എല്ലാ സ്ഥലത്തും സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആഘോഷങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് പൈസ കൂടിയ കൂട്ടക്കാർ എന്തെല്ലോ കാട്ടിക്കൂട്ടും. അതൊന്നും ബന്ധപ്പെട്ടൊന്നും. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് അല്ലാഹു നൽകിയതായിരിക്കുന്ന ഈ ആഘോഷം വേണ്ടാത്തിൽ ഉപയോഗിക്കാണ്ട് വരിക അല്ലാഹു തീരെ ഇഷ്ടപ്പെടാത്തതാണ്. അതും നമ്മളെ എല്ലാ വിഷയങ്ങളും മാത്രമല്ല, പെരുന്നാളിന് മാത്രമല്ല, ഏതാവട്ടെ അതെല്ലാം നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഇത് അല്ലാഹുവിൻ്റെ പൊരുത്തുള്ളതാണോ, അതുകൊണ്ടേ നമുക്ക് ഗുണം കിട്ടും. ഗുണം കിട്ടുന്നൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് പറയുന്ന വാക്ക് നമുക്ക് ഉപകരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഉപകാരമാണ്. അതൊന്നും അതിലില്ലെങ്കിൽ ആ വാക്ക് പറയാതിരിക്കണമെന്നുണ്ട്. അതിന് പ്രവർത്തനം നടക്കണം. അതെല്ലാം എന്താവണം, നമുക്ക് ഗുണമാണ്. അത് അല്ലാഹു പൊരുത്തപ്പെട്ട നമ്മളെ അതൊരു ഇബാദത്തായി തീരും. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ പെരുന്നാൾ എന്ന് പറയുന്നത് ഹജ്ജ്, അത് വലിയൊരു അമലാണ് ഹജ്ജ്. ഇബ്രാഹിം ലോകത്ത് കാണിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ചില രീതികളാണ് അതിനുള്ളത്. അവരുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് അതാണ് അതിൽ ഉള്ളത്. അതെല്ലാം തന്നെ അല്ലാഹുവിൻ്റെ മഹബ്ബത്തിന് വേണ്ടിയുള്ളത്. ഇബ്രാഹിം എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ച അവരെ തീക്കുള്ളിലിട്ടു. അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മകനെ അറക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അതും അല്ലാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചു, സന്തോഷം സ്വീകരിച്ചു. അങ്ങനെ പല ഘട്ടങ്ങളായി കൊണ്ട് പല പരീക്ഷണങ്ങൾ വിധേയമായവരാണ്. അതെല്ലാം അവർ സന്തോഷം സ്വീകരിച്ചു. അല്ലാഹുവിൻ്റെ മഹബ്ബത്ത്, അല്ലാഹുവിൻ്റെ സ്നേഹം. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞു, ആ സ്നേഹിച്ച ആളെ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വിഷമങ്ങളും സഹിക്കും, എന്തെന്നാലും ശരി. ഇതുപോലെയാണ് അവർ അങ്ങേറ്റം മക്കളില്ലാതെയും കൊണ്ട് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട് കടമ ചെയ്തു. ഹാസിലാരെ കുട്ടിയായിരുന്നു ഇസ്മായിൽ. അതിനെ ഏറ്റവും നല്ലതായിരിക്കുന്ന വാത്സല്യ സമയത്ത് കുട്ടികളും പാടൊപ്പം നടക്കുക എന്ന് പറഞ്ഞത് ഖുർആൻ പറഞ്ഞു. കുട്ടികൾ പാടൊപ്പം നടക്കാൻ ആദ്യം ആ സമയത്ത് നടക്കാൻ. ആ സമയത്ത് മക്കൾക്ക് പ്രയോജനമായിരിക്കുന്ന ബന്ധവും ബാപ്പാക്കും ആ പിതാവിന് മക്കളുമായിരിക്കുന്ന ബന്ധവും വളരെ ദൃഢമായതും വളരെ സ്നേഹത്തോടുമാണ്. ആ സമയത്താണ് മകനാക്കുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹുവിൻ്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചുമുണ്ട്. ആ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് അള്ളാഹുവിൻ്റെ മഹബ്ബത്താണ്. അതിനുവേണ്ടി മകനെ അറക്കാൻ തയ്യാറാണ്. വലിയൊരു ത്യാഗം. അതുപോലെ തന്നെ തീ കൊണ്ടവിടാൻ പറ്റുന്നു. അവർ ആ ശത്രുക്കൾ ഇടാൻ പറ്റുന്നു. അതും സന്തോഷത്തോട് സ്വീകരിച്ചിട്ട് എവിടെ കയറിയിട്ടാണ്. അവിടെയും സന്തോഷമാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയാക്കി തീർക്കും. അള്ളാഹുവിനുള്ള മഹബ്ബത്തിൽക്കാണ്.
അള്ളാഹിൻ്റെ സ്നേഹമാണ് ഒരിക്കൽ അവർ കാണിച്ചത്. അവരുടേതായിരിക്കുന്ന ജീവിതത്തിൽ മുഴുവനതാണ്. അതാണ് ഹജ്ജിനെ കൂടാതിരിക്കുന്ന ഇബ്രാഹിം ഇസ്ലാം മകനെ അർക്കാൻ കൊണ്ടുപോയതും കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഇബ്ലീസിൻ്റെ തടസ്സം ചെയ്യലും അതിനെല്ലാം അവർ തട്ടി മാറ്റിയിട്ടാണ് മകനെ ഇറക്കാറുണ്ട്. അതിൻ്റെതെല്ലാം ആ പ്രവർത്തനങ്ങളാണ് ഹജ്ജിൻ്റേതായിരിക്കുന്നത് അമലിനുള്ളത്. അപ്പോൾ അവർ ചെയ്തതിൻ്റെ ഒരു മിസാല് അള്ളാഹുവിൻ്റെ മഹബത്തിനെ കരസ്ഥമാക്കാൻ മഹബത്ത് നമ്മൾ സ്നേഹിച്ച ആളുകളെ പ്രേമിച്ചാൽ ആ പ്രേമിച്ച ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് അങ്ങനെ ആശ്രയിക്കാൻ എന്തെല്ലാം ത്യാഗം സഹിക്കുന്നത് പ്രയാസമില്ല. അപ്പോൾ ഉറപ്പൊഴിക്കാനും പ്രയാസം ഉണ്ടാവില്ല, യാത്ര ചെയ്യാനും പ്രയാസം ഉണ്ടാകുന്നില്ല, വട്ടി എടുക്കാനും പ്രയാസം ഉണ്ടാവില്ല. അത് കിട്ടണം എന്നിട്ട് മഹബത്ത്. ആ മഹബത്താണ് ഇബ്രാഹിം ഇസ്ലാമിന് അള്ളാഹുണ്ടായത്. അതുകൊണ്ടാണ് അവർ എത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ചതും ആ കാട്ടിക്കൊണ്ടിരുന്നത്. അതായത് മഹബത്തിന് പ്രധാന മഹബത്താണ് ഉണ്ടായത്. ഏതൊരാൾക്കും ഉദ്ദേശിക്കുന്നത് പ്രധാന മഹബത്ത്, പ്രധാന കരസ്ഥനം സ്വർഗം കിട്ടുന്നുണ്ടായി. സ്വർഗത്തിന് വേണ്ടിയിട്ടോ നരകത്തിൽ രക്ഷാൻ വേണ്ടിയിട്ടോ അല്ല, അള്ളാഹുവിൻ്റെ അരിയപ്പാവ് ഇതാണ് ഓരോ. ഇത് തന്നെയാവണം എല്ലാ ഓരോരുത്തരും. ഇതാണ് അനിത്ത മിന്നത്തി ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം തന്നെ മിന്നത്തൊഴിയും പറ്റുന്നതും ഇതാണ്. എല്ലാവർക്കും എല്ലാവരും ഇബ്രാഹിം ഇസ്ലാം കാണിച്ചു തന്ന അതേ ദരീയത്തിൽ പോയി നീങ്ങാനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും. എന്തായാലും ശരി, അതിൽ തന്നെ പെരുന്നാളും പെരുന്നാഘോഷവും എല്ലാ പോലെ പെരുന്നാൾ ആഘോഷിക്കും. നല്ല ഭക്ഷണം ഭക്ഷിക്കാം, നല്ലതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാം, പിന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ ബന്ധപ്പെടില്ല, അതൊക്കെ സിലത്തുർ റഹ്മക്ക് അതിൻ്റെ ആഭാഗം അതൊക്കെ ചെയ്യാം. അതേ സമയത്തിൽ ഈ ഇതാണ് നമ്മുടെ ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാൻ ഇതൊക്കെ പ്രവർത്തനം വാക്കുന്നു. അപ്പോൾ അല്ലാഹു തആല അത് വലിയതായിരിക്കുന്നൊരു ത്യാഗമായിട്ട് അമലായിട്ട് നമ്മൾ സ്വീകരിക്കും. അല്ലാഹു അതിനെ സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷം ആഘോഷിക്കണം. അതെല്ലാം വലിയ വീടുകളിൽ നിന്ന് പ്രത്യേകം എല്ലാവരും നമ്മളെയും നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ഇഷ്ടത കൊടുക്കുമാറാവട്ടെ. അവസാന സന്തോഷവും സ്വർഗത്തിൽ എല്ലാവരെയും ഒരുമിച്ച് മാറാവട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിക്കും. എല്ലാവരുടെ ആശംസകളും പെരുന്നാളിൻ്റെ ആശംസിക്കുന്ന ആശംസ എല്ലാവർക്കും നൽകി. അസ്സലാമു അലൈക്കും.